ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ഷാലുപ്പയാട് ഒരു വൃദ്ധയായ സ്ത്രീയെ ഇങ്ങനെ പിടിച്ച് വലിക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ ആണ് കാണുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ അറിയാതെ കുറേ പേര് അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്, പല രീതിയിൽ ഈ ഒരു വീഡിയോ പ്രചരിപ്പിക്കുന്നുമുണ്ട്. അദ്ദേഹം ഒരു സ്ത്രീയെ ക്രൂരമായി മർദ്ദിക്കുന്നുള്ള രീതിയിലൊക്കെയാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ അദ്ദേഹം വീഡിയോ ഇട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: 3 കുട്ടികളെയും ഒരു വട്ടുപിടിച്ച സ്ത്രീയെയും അദ്ദേഹം സഹായിക്കാൻ നോക്കി. അവർക്കൊരു വീടില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഒരു വീട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. നല്ലൊരു മനസ്സാണ് അദ്ദേഹം കാണിച്ചത്. പക്ഷേ ആ മനസ്സിന് തിരിച്ച് കിട്ടിയതോ 8ൻ്റെ പണി. ഇപ്പോൾ അവർ ചോദിക്കുന്നത് 1 കോടി ഷാലുപ്പയാട് കൊടുക്കണമെന്നാണ്. പക്ഷേ അതിൻ്റെ തെളിവ് സഹിതം തന്നെ അദ്ദേഹം വീഡിയോയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് കാണാം. ഈ കുറ്റം പറയുന്നവർ എന്തായാലും ഇത് കണ്ടിട്ട് അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്താൻ നോക്കുക കേട്ടോ. ഒരുപാട് പേര് ആ ഒരു വീഡിയോ കണ്ടിട്ട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. കമൻറ്റിലൂടെ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. അതുപോലെ ആ വൃദ്ധയായ സ്ത്രീ ആ പോലീസ് സ്റ്റേഷനിൽ കിടന്ന് കാണിച്ചു കൂട്ടുന്നതും എന്തായാലും വീഡിയോയിലുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കണ്ടിട്ട് അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്താൻ നോക്കുക കേട്ടോ. കാണി. എൻ്റെ ജീവിതത്തിൽ ഒരു അബദ്ധം പറ്റി. എനിക്ക് റോഡിൽ കിടന്ന ഒരു 3 പിള്ളേരെയും ഒരു വട്ട് പിടിച്ച സ്ത്രീയെ ഞാൻ ഒരു വീട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്, എന്നുവെച്ചാൽ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മോളില്ല, മോള് മരിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. കൊല്ലത്ത് വെച്ചാണ് ദയിപ്പിച്ചെന്നൊക്കെ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. ഇവർ നമ്മളെ പറ്റിച്ചായിരുന്നു. ഇതെനിക്ക് അറിവുണ്ടായിരുന്നു. ഇന്നത്തെ ഇവിടെ മൊത്തം നാട്ടുകാരും കൂടി ഇവിടെ കിടന്ന് ഇവർ മൊത്തം അലുമ്പ് ഭയങ്കര പരിപാടി. അപ്പം ഇവർ പറഞ്ഞത് വെച്ചാൽ ഇവർക്ക് 1 കോടി രൂപ വേണമെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഇവർക്ക് വട്ടാണ്. പോലീസിൻ്റെ കയ്യിൽ നിന്നില്ല. ഞങ്ങൾ 2 ദിവസം മുമ്പ് രാത്രി പോലീസ് സ്റ്റേഷനിൽ കിടന്ന് അമ്മാതിരി അലുവ് കാണിച്ച് അവിടെ കിടന്നുള്ള പോലീസുകാരെയൊക്കെ തള്ളക്കി വിളിച്ച് മാനസികാശുപത്രിയിലാക്കാം സാർ. അത് നടക്കുള്ളൂ. മാനസികാശുപത്രി അല്ലെങ്കിൽ നമ്മളെല്ലാ സാധനമുണ്ട്, തെളിവുണ്ട്. പിന്നെ കാണിക്കണ്ട. പോലീസുകാരുടെ അടുത്താണ് പറഞ്ഞത്. ശരി, അവരുടെ കയ്യിൽ നിൽക്കില്ല. ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്നെ തള്ളക്കി വിളിച്ചത്. എനിക്ക് അതൊന്നും കുഴപ്പമില്ല. എന്നെ തള്ളക്കി വിളിച്ചത് എന്നെ അടിക്കാൻ വേണ്ടി, എറിയാൻ വേണ്ടി കല്ല് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന കല്ലെടുത്താണ് ഇവരെന്നെ എറിയാൻ വേണ്ടി വന്നത്. ഞാൻ ഇവിടെ നാട്ടുകാരെല്ലാം കണ്ടുപിടിക്കുകയാണ്. ഈ കാണുന്ന കല്ലെടുത്താണ് ഇവരെന്നെ എറിയാൻ വേണ്ടി വന്നത്. നിങ്ങൾ പറ, ഞാൻ പിടിച്ചു മാറ്റിയാൽ എന്താണ് തെറ്റ്? ദയവേത് ഈ കേസിൽ നാളെ ഒരാൾക്കും എൻ്റെ അടുത്തൊരു തെറ്റിദ്ധാരണ തോന്നണ്ട. ഇവർ മുഴുത്ത പട്ടുള്ള ആളാണ്. ഇതെനിക്ക് അറിയാമായിരുന്നു. പിന്നെ അധികാരികളോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പറ്റുവാണെന്നുണ്ടെങ്കിൽ ഈ 3 മക്കൾ ഇവരവിടെ സേഫ് അല്ല. ഇവരെന്ത് വേണം ചെയ്യും. നിങ്ങൾ എവിടെയെങ്കിലും ഇവരെ ഒന്ന് സേഫാക്കി മാറ്റിയില്ലെങ്കിൽ ഈ 3 കൊച്ചുപിള്ളേരെ ഇവർ കൊല്ലും, ഉറപ്പാണ്. നമ്മളിത് എങ്ങനെയെങ്കിലും സർക്കാർ സെറ്റപ്പിൽ ഇവരെ മാനസികാരോഗ്യത്തിൽ എത്തിക്കണം. അതുപോലെ തന്നെ ഈ 3 പിള്ളേരെ ചൈൽഡ് ലൈനിൽ എവിടെയെങ്കിലും ഏൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് തൊട്ടടുത്തുള്ള ആരൊക്കെ വന്നിട്ട് ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് രാഷ്ട്രീയം കേട്ടത്. എൻ്റെ പൊന്ന് സഹാക്കന്മാരെ, ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കല്ലേ. ഇപ്പോൾ എന്തായാലും നിങ്ങളൊരു വീഡിയോ ഉണ്ടല്ലോ, അപ്പോൾ ആരെ ഭാഗത്താണ് തെറ്റുള്ളതെന്നുള്ളത് കൃത്യമായിട്ട് ഈ വീഡിയോയിൽ തെളിയിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. കാരണം അദ്ദേഹം ഒരു സഹായം ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ ആ സഹായം അവസാനം 8ൻ്റെ പണിയായി മാറി, അങ്ങനെ തന്നെ പറയാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യും.